സ്ട്രെയിറ്റ് റോഡിൽ അഞ്ചാമത്തെ ഗിയറിൽ പോകുന്നു. നല്ല വേഗതയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല സ്ട്രെയിറ്റ് റോഡിൽ ഒരു 5th ഗിയറിൽ പോകുന്നു. നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. പതിവ് പോലെ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താം. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഓക്കെ, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ടെടുത്തു. വീണ്ടും ഞാനിതേ സെക്കൻഡ് ഗിയർ മൂവ്മെന്റ് ആക്കിയിട്ട് സെക്കൻഡ് കൊടുത്തു. ആക്സിലറേറ്റർ കൊടുക്കുന്നു. വീണ്ടും ആക്സിലറേറ്റർ ജസ്റ്റ് കുറച്ച് ക്ലച്ച് ചവിട്ടി തേർഡ് അങ്ങ് കൊടുത്തു. വീണ്ടും ഞാൻ വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുകയാണ്. നല്ല രീതിയിൽ മൂവ്മെന്റ് ആക്കുന്നു. ഓക്കെ, തേർഡിലാണ് വണ്ടി പോകുന്നത്. ഓക്കെ, വീണ്ടും ഞാനിതേ ഫോർത്ത് കൊടുക്കുന്നു. വീണ്ടും ഞാനിതേ ഫിഫ്ത്ത് കൊടുക്കുന്നു. സ്ട്രെയിറ്റ് റോഡിൽ അഞ്ചാമത്തെ ഗിയറിൽ പോകുന്നു. നല്ല വേഗതയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഫസ്റ്റ് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നല്ല സ്പീഡിൽ പോകുന്നു. നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്താൽ സംഭവിക്കുന്നത് കൃത്യമായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകും. അത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം വലിയ അപകടമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുവാൻ പാടില്ല. ഇപ്പോൾ 5th ഗിയറിൽ പോകുന്നു. എനിക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കണം. വണ്ടി സ്ലോ ചെയ്തു. ഫസ്റ്റ് എൻ്റെ കാലിൽ ഇതേ ബ്രേക്കേ വന്ന് വണ്ടി ഞാനിതേ സ്ലോ ചെയ്യുകയാണ്. സ്ട്രെയിറ്റ് റോഡാണ്. വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ മെല്ലെ ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറവാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്ന ഒട്ടുമിക്ക സംശയങ്ങൾക്കുള്ള വീഡിയോകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോകളും കൂടെ കയറി ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. ഒരു വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴും ഗിയർ ക്രമത്തിലിടുവാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലാണ്. നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ഗിയറും കൃത്യമായിട്ട് ക്രമത്തിലിട്ട് 5th ഗിയർ വരെ ഇട്ട് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ടെടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുത്ത് മൂവ്മെന്റ് ആക്കുന്നു. ആക്സിലറേറ്റർ ജസ്റ്റ് കുറച്ച് ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കും. വീണ്ടും നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുക. അതിനുശേഷം റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് 3rd ഗിയർ കൊടുക്കാം. വീണ്ടും നമുക്ക് ക്ലച്ച് ചവിട്ടി 4th കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 5th ഗിയർ വരെ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമുക്കിട്ട് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഗിയർ ക്രമത്തിൽ ഒരു നിരപ്പ് റോഡിൽ ഇട്ട് ഓടിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തുടക്കക്കാർ ഇത് കൃത്യമായിട്ടും ഓർത്തിരിക്കണം. ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഞാനിതേ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. വീണ്ടും വണ്ടിക്ക് ഞാനിതേ മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടി 3rd ഗിയർ അങ്ങ് കൊടുത്തു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് മൂവ്മെന്റ് ആക്കുകയാണ്. നല്ല രീതിയിൽ മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, 4th ഗിയർ കൊടുക്കുന്നു. ഓക്കെ, 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ആക്സിലറേറ്റർ കൊടുത്ത് നല്ല രീതിയിൽ മൂവ്മെന്റ് ആക്കുകയാണ്. 4th ഗിയറിലാണ് വണ്ടി പോകുന്നത്. നല്ല മൂവായി ആക്സിലറേറ്റർ ജസ്റ്റ് കുറച്ച് കൊടുക്കുക, ക്ലച്ച് ചവിട്ടുക, 5th ഗിയർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതിനുശേഷം ആക്സിലറേറ്റർ കൊടുക്കുക. ഒരു കാരണവശാലും ആക്സിലറേറ്ററിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾ ക്ലച്ച് ചവിട്ടരുത്. നല്ല രീതിയിലുള്ള ഒരു ആക്സിലേഷൻ സൗണ്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ 5th ഗിയറിലാണ് പോകുന്നത്. എനിക്ക് വണ്ടി സ്ലോ ചെയ്യണം. നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രേക്കിൽ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് തീർത്തും കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. മുന്നിലായിട്ട് മറ്റൊരു വാഹനമുണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയറിൽ നിന്ന് നേരിട്ട് നമ്മൾ വണ്ടി മൂവ്മെൻ്റ് ആയതിനു ശേഷം 5th ഗിയർ ഇടുകയല്ല ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്? അതായത് നമ്മൾ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തെ നമ്മൾ മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു ടോർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാഹനത്തെ നമുക്ക് മുന്നോട്ടെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു 5th ഗിയറിലേക്ക് നമ്മൾ നേരിട്ട് ഫസ്റ്റിൽ നിന്ന് ഇട്ടാൽ സംഭവിക്കുന്നത് ഏറ്റവും ടോർക്ക് കുറഞ്ഞ ഒരു ഗിയറിലേക്ക് വണ്ടി ഫസ്റ്റ് ഗിയറിൽ നിന്ന് നേരിട്ട് 5th ഗിയറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹയർ ഗിയറിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ ഗിയർ ക്രമത്തിലിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡിൽ മാത്രം എത്തുവാനായിട്ട് ശ്രമിക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും ഒരു 100 കിലോമീറ്റർ വേഗതയിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന അവസരങ്ങളിൽ മിക്കവാറും 5th ഗിയറിലായിരിക്കും പോകുന്നത്. പെട്ടെന്ന് 5th ഗിയറിൽ നിന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ ഒരു 100 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ
തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. കാരണം ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ നല്ല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. 5ാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ ഹയർ ഗിയർ ആണ്. ഹയർ ഗിയറിൽ നിന്ന് ഏറ്റവും ടോർക്ക് കൂടിയ ലോവർ ഗിയറിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ഒരു എൻജിൻ ബ്രേക്കിംഗ് ആണ് പെട്ടെന്ന് സംഭവിക്കുന്നത്. അതായത് ഒരു 100 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്. പെട്ടെന്ന് വണ്ടിയുടെ വേഗത കുറഞ്ഞ് ഏറ്റവും സാവധാനത്തിലേക്ക്, അതായത് സഡൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 5th ഗിയറിൽ നിന്ന് നേരിട്ട് ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ നല്ല വേഗതയിൽ പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ഒറ്റയടിക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുവാൻ പാടില്ല. എപ്പോഴാണ് 5th ഗിയറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കേണ്ട സാഹചര്യം വരുന്നത്? നമ്മളൊരു 5th ഗിയറിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു, വണ്ടി നല്ല വേഗതയിലാണ് പോകുന്നത്. പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് വണ്ടി സ്ലോ ചെയ്യുക. ഒപ്പം ഒന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക, 4th ഗിയറിലേക്ക് ഇടുക. വീണ്ടും വണ്ടി ബ്രേക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾ വണ്ടി ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്ലോ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നീട് നേരിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നല്ല സ്പീഡിൽ പോകുമ്പോൾ 5th ഗിയറിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഒറ്റയടിക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കരുത്. കൃത്യമായിട്ട് അപകടം ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്തുകൊണ്ട് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് നിങ്ങൾ ആവറേജ് വണ്ടിയുടെ റണ്ണിങ് കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുവാനായിട്ട് ശ്രമിക്കുക. ഒരു വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്? ആ ഒരു ഗിയറിൽ വാഹനം പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഉദാഹരണം പറയും, ഒരു 5th ഗിയറിൽ നമ്മൾ പോകുന്നു, മുന്നിലായിട്ട് ചെറിയൊരു കയറ്റം അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ പോകുന്നു. അപ്പോൾ നമുക്ക് വണ്ടി കുറച്ചും കൂടെ സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ക്ലച്ച് ചവിട്ടിയിട്ട് 5th നിന്ന് നമ്മൾ 4th ഇട്ട് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. വീണ്ടും നമുക്ക് വണ്ടി സാവധാനത്തിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. മുന്നിലായിട്ട് മറ്റു വാഹനങ്ങൾ പതിയെ പോകുന്നു, നമ്മുടെ വാഹനം കുറച്ചും കൂടെ സ്ലോ ആയിട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ കയറ്റം കൂടിയ ഒരു റോഡിനോട് നമ്മൾ സമീപിക്കുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4th നിന്ന് വീണ്ടും 3rd ഇട്ട് കൊടുക്കുക. 3rd പോകുന്നില്ല, വണ്ടിക്ക് വലിമുട്ടുന്നു എന്ന് തോന്നിയാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി 2nd ഗിയർ ഇടുക. വീണ്ടും 2nd പോകുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ടും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ഇപ്പോൾ ഞാൻ 5th ഗിയർ കൊടുത്തു, നമുക്ക് ഗിയർ സ്കിപ്പ് ചെയ്തുകൊണ്ടും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെങ്കിൽ അതൊരു എക്സ്പേർട്ട് ഡ്രൈവറിനെ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മളൊരു 5th ഗിയറിൽ പോകുന്നു, വണ്ടി നമുക്ക് കുറച്ചും കൂടെ സ്ലോ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്കിൽ വരുന്നു, ചെറുതായിട്ട് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് നമുക്കിത് 5th നിന്ന് ഇങ്ങനെ വേണേൽ 3rd ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലയച്ചാലും ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും വാഹനത്തിൽ വരത്തില്ല. എന്നാൽ ഒരു എൻജിൻ ബ്രേക്കിംഗ് കൂടെ നമുക്ക് നേരിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരു 4th ഗിയർ ആണ് നമ്മൾ ഒഴിവായി 3rഡിലേക്ക് വന്നത്. അതായത് 5th നിന്ന് 4th ഗിയർ ഒഴിവാക്കി നമ്മൾ 3rd ഗിയറിലേക്ക് സ്കിപ്പ് ചെയ്യുന്നു. ഇതൊരു എക്സ്പേർട്ട് ഡ്രൈവറിന് മാത്രമേ ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ തുടക്കക്കാരായ നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, 5th നിന്ന് നല്ല സ്പീഡിൽ പോകുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഗിയർ കൊടുക്കുവാനായിട്ട്. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് 2nd ഗിയർ കൊടുക്കുന്നു. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആക്കി, ആക്സിലറേറ്റർ കുറച്ചു, ക്ലച്ച് ചവിട്ടിയിട്ട് 3rd കൊടുത്തു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, 4th ഗിയർ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗിയർ മുന്നോട്ടിട്ട് വണ്ടി ഓടിക്കുക. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 4th പോകുന്നു, ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വളവാണ്, ഞാൻ മെല്ലെ ബ്രേക്കിൽ വന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് 3rd കൊടുത്തു, ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഓക്കെ, വീണ്ടും നമുക്ക് 3rd നിന്ന് 2nd വരണം. നിങ്ങൾ ചെയ്യേണ്ടത് മെല്ലെ ബ്രേക്ക് വരിക, വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് 2nd ഗിയർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഇപ്പോൾ 2nd ഗിയറിലേക്ക് വണ്ടി വന്നു. വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് അല്ല, ചെറിയൊരു കയറ്റമാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? വീണ്ടും നിങ്ങൾ മെല്ലെ ബ്രേക്കിലും ക്ലച്ചിലും വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം മുന്നിലായിട്ട് മറ്റൊരു വാഹനമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ. ഒരു 5th ഗിയറിൽ പോകുമ്പോൾ നമുക്ക് നേരിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട സാഹചര്യം വരുന്നത് വണ്ടി തീർത്തും സ്ലോ ആകുമ്പോൾ മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഒരു കാരണവശാലും നല്ല സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഒരു കാരണവശാലും നേരിട്ട് നിങ്ങൾ 5th നിന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടിപ്സുകൾ ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഴയ വീഡിയോകളും കൂടെ കാണുവാനായിട്ട് ശ്രമിക്കുക. ഏകദേശം 230-240 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഒരുപാട്
ഗുണം ചെയ്യുന്ന ഡ്രൈവിംഗ് ടിപ്സുകളാണ് പറഞ്ഞിട്ടേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ലേണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.